വളരെ പരിണിതപ്രജ്ഞനായ ഒരു അഭിഭാഷകൻ എന്ന നിലയിലും അതുപോലെ തന്നെ കേരള കോടതിയിലെ ഒരു ജഡ്ജി എന്ന നിലക്കും ഒട്ടേറെ നിയമജ്ഞരുമായിട്ടുള്ള ബന്ധം, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിലൊക്കെ പിന്നീട് എത്തപ്പെട്ട അവരുമായിട്ടുള്ള കോണ്ടാക്റ്റിൻ്റെ ഇതുപോലുള്ള ഉന്നതമായ ബന്ധങ്ങൾ അടിസ്ഥാനത്തിലൊക്കെ അദ്ദേഹത്തിന് ജസ്റ്റിസ് ഷംസുദ്ദീൻ സാഹിബിന് അദ്ദേഹം ആർജിച്ച അനുഭവ സമ്പത്തിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠന ഗ്രന്ഥം 1993 ഇറങ്ങിയിരുന്നു. കോഴിക്കോട് വചനം ബുക്സ് ഇറക്കിയിരുന്നു. അതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷയാണ് പിന്നീട് 2025 ഡൽഹിയിലെ ഫെറോസ് മീഡിയ പുറത്തിറക്കുന്നത്. അപ്പോൾ ആ ഒരു വേദി നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരും എല്ലാവരും തന്നെ അതിൻ്റെ റിലീസ് ചടങ്ങിൽ പങ്കെടുത്തവരാണ്. അതിൻ്റെ യുനീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ന്യായാധിപൻ, അനുഭവ പരിജ്ഞാനമുള്ള ഒരു ന്യായാധിപൻ ഇസ്ലാമും മനുഷ്യാവകാശവുമായി ബന്ധപ്പെടുത്തി എഴുതിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ജസ്റ്റിസ് പി.കെ. ഷംസുദ്ദീൻ സാഹിബിൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ ഇസ്ലാം എന്ന പുസ്തകം തത്തുല്യമായ മറ്റു പുസ്തകങ്ങളുമായി താരതമ്യപ്പെടുത്തി കൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ കഴിയും. തീർച്ചയായും മറ്റു ഗ്രന്ഥങ്ങൾ മടിച്ചു നിൽക്കുന്ന ചില ഏരിയകളിലേക്ക്, കോൺട്രോവേഴ്ഷ്യൽ ഏരിയയിലേക്ക് വളരെ ധീരോദാത്തമായി എത്തുകയും അതിലെ കോൺട്രവേഴ്സികൾ തുറന്ന് തന്നെ സംവദിക്കുകയും ചെയ്യുന്ന ഒരു സമീപന രീതി ഈ ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നതാണ് അതിൻ്റെ യുനീക്ക്നെസ്. മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്ന് അതാണ് ഒരുപക്ഷെ ഒരുപാട് സുപ്രീം കോടതിയിൽ KM ജോസഫിൻ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ മുഖവുര എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ അപ്രീസിയേഷൻ ഡോക്ടർ സഫറുൽ ഇസ്ലാം അദ്ദേഹം തന്നെയാണ് പുസ്തകത്തിൻ്റെ പബ്ലിഷർ. അപ്രീസിയേഷനിലും ഈ ഒരു തരത്തിലുള്ള പ്രത്യേകത ഈ പുസ്തകത്തിൽ ഉണ്ട് എന്ന് അവർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് മറ്റു ഹ്യൂമൻ റൈറ്റ്സ് വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള ഏത് ഉന്നത ഗവേഷണ സ്ഥാപനങ്ങളിലും പഠനങ്ങളും മൊണോഗ്രാഫ് ഡിസർട്ടേഷനിലൊക്കെ അനിവാര്യമായി ഉണ്ടായിരിക്കേണ്ട ഒരു റെഫറൻസ് ഗ്രന്ഥമായി ഈ ഗ്രന്ഥം മാറിയിരിക്കുകയും മൊത്തം 24 അധ്യായങ്ങളാണ് പുസ്തകത്തിനുള്ളത്. മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പടിഞ്ഞാറിൻ്റെ ഒരു സംഭാവനയാണെന്നും 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ നവോത്ഥാനം അല്ലെങ്കിൽ എൻലൈറ്റൻമെൻറ്റിന് ശേഷമാണ് ഈ ആശയങ്ങളൊക്കെ ലോകത്ത് വളർന്നു വന്നതെന്നും ഈ സങ്കല്പനങ്ങൾ തന്നെ വളരെ ആധുനികമായ കാലഘട്ടത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണെന്നുമുള്ള ഒരു ധാരണയാണ് പൊതുവെ സമൂഹത്തിലുള്ളത്. അതിനു മുമ്പ് ഈ 16-ാം നൂറ്റാണ്ട് എൻലൈറ്റ്മെൻറ്റ് പീരീഡിന് മുമ്പ് മനുഷ്യാവകാശം എന്ന സങ്കല്പനം തന്നെ ഉണ്ടായിരുന്നില്ല എന്നൊരു ധാരണയാണ്. അതെല്ലാം തിരുത്തി കുറിക്കുകയാണ് ഈ ഗ്രന്ഥം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റാണ് ഖുർആൻ. 1400 വർഷത്തെ പഴക്കമുള്ള ഒരു ടെക്സ്റ്റിൽ ആധുനികമെന്ന് നമ്മൾ പരിഗണിക്കപ്പെടുന്ന മനുഷ്യാവകാശങ്ങളുടെ ഉദാത്തമായ സങ്കല്പനങ്ങൾ അടങ്ങിയിരിക്കുന്നു. വളരെ വ്യക്തമായ ആശയങ്ങൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം നമുക്ക് തന്നെ പൂർവീകരങ്ങളിലൊക്കെ തന്നെ ഈ ആശയങ്ങളുടെ ചില അനുരണനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഖുർആനിൽ അത് വളരെ വ്യക്തമായ സുവ്യക്തമായ രൂപത്തിൽ ആർഡൻ്റായിട്ട് എന്താ പറയുക ഉറപ്പിക്കുന്ന രൂപത്തിൽ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളുടെ ഒട്ടേറെ എല്ലാ 30 ടെനറ്റ്സും അദ്ദേഹം കമ്പയർ ചെയ്ത് പരിശോധിച്ച ശേഷം ഖുർആനും ഹദീസും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തികളും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ട് എന്നും ചില ഏരിയകൾ പൊരുത്തപ്പെടാതിരിക്കുന്ന ഏരിയകളെല്ലാം തന്നെ അത് ഫിഖ്ഹിൻ്റെ സംഭാവനയാണെന്നുമാണ് ജസ്റ്റിസ് ഷംസുദ്ദീൻ സാഹിബ് ഈ ഗ്രന്ഥത്തിൽ വാദിക്കുന്നത്. 1948 UDHR യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അത് മനുഷ്യരാശി നടത്തിയ ഏറ്റവും വലിയ കുതിപ്പുകളിലൊന്നായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. കാരണം മനുഷ്യൻ്റെ ഒരു സത്താപരമായിട്ട് അതിൻ്റെ ഏകത്വവും സാഹോദര്യവും സമത്വവും പ്രഖ്യാപിക്കുന്ന ഒരു ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് 1948 ഉണ്ടായത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ദൈക്ഷണികമായ വളർച്ചയുടെ ഒരു ഘട്ടമാണ്, ഒരു നാഴികക്കല്ലാണ് ഈ 48 UDHR എന്ന് പറയുന്നത്. യുണൈറ്റഡ് നേഷൻ ഡിക്ലറേഷൻ ഓഫ് UDHR നമ്മൾ ഷോർട്ട് ഫോമിൽ പറയുന്നത്. ജസ്റ്റിസ് ഷംസുദ്ദീൻ തൻ്റെ സുഹൃത്തു കൂടിയായ വിഖ്യാത ശ്രീലങ്കൻ ജൂറിസ്റ്റും ഹേഗിൽ ഇന്റർനാഷണൽ കോർട്ടിലെ ജഡ്ജിയുമായിരുന്ന CG വീരമന്ത്രിയെ ഉദ്ധരിക്കുക. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിൽ എന്താണ് ഉൾക്കൊള്ളുന്നതെന്ന് വീരമന്ത്രിയുടെ ഒരു ഉദ്ധരണിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വീരമന്ത്രിയുടെ കോട്ടാണ്: വ്യക്തിയുടെ മഹത്വം ഇസ്ലാമിക നിയമത്തിൽ ഉന്നതസ്ഥാനീയമായി നിർണയിക്കുകയും ഈ ഫ്രെയിം വർക്കിനുള്ളിൽ മനുഷ്യാവകാശ സങ്കല്പം പ്രകൃതിപരമായി തന്നെ യോജിച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്.
മർദ്ദനത്തിനെതിരെ ഖുർആൻ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. അതിക്രമത്തെ അത് അപലപിക്കുന്നു. മനുഷ്യ അന്തസ്സിനെതിരെ നടക്കുന്ന കടന്നാക്രമണങ്ങളെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിവ് നൽകുകയും എല്ലാ കാര്യങ്ങളിലും നീതി പാലിക്കേണ്ടതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തെന്നാൽ അള്ളാഹു നീതിയും കാരുണ്യവും കൽപ്പിക്കുന്നു. ഈ ഒരു പാരഗ്രാഫിൽ തന്നെ എന്താണ് ഇസ്ലാമിക സങ്കല്പനത്തിൻ്റെ മികവ് എന്ന് CJ വീരമന്ത്രി, അദ്ദേഹം ഒരു ഹേഗിലെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിലെ ഒരു ജഡ്ജിയായിരുന്നു. ജസ്റ്റിസുമായിട്ട് വ്യക്തിപരമായി ബന്ധമുണ്ടായിരുന്ന വ്യക്തിയും കൂടെയാണ്. UDHRലെ 30 ആർട്ടിക്കിൾസ് ഉണ്ട്. UDHRലെ 30 ആർട്ടിക്കിൾസാണ്. ഈ 30 ആർട്ടിക്കിൾസും ഖുർആനും ഹദീസും കൂടെ ഒക്കെ യോജിപ്പിച്ച് നിർത്തിയിട്ട് പരിശോധിക്കുകയാണ് ഈ ഗ്രന്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. അതിൽ 1-ാമത്തെ ആർട്ടിക്കിൾ പ്രഖ്യാപിക്കുന്നു, സകല മനുഷ്യരും സ്വതന്ത്രമായും തുല്യമായ ഡിഗ്നിറ്റിയോടും കൂടി അവകാശങ്ങളോടും കൂടി ജനിക്കുകയാണ്. അവർ പരസ്പര സാഹോദര്യത്തോടെ പുലരേണ്ടതുണ്ട്. ഇതാണ് 1-ാമത്തെ ആർട്ടിക്കിൾ പറയുന്നത്. 2-ാമത്തെ ആർട്ടിക്കിൾ ഈ പ്രഖ്യാപനത്തിലെ എല്ലാ അവകാശങ്ങളും ഭാഷ, ലിംഗ, മത, വംശ, രാഷ്ട്ര വ്യത്യാസങ്ങൾക്ക് അതീതമായി സകലർക്കും ലഭ്യമാക്കേണ്ടതാണെന്ന് പറയുന്നു. അപ്പോൾ ഈ 2 ആശയങ്ങളും ഖുർആനിലെ ആയത്തിൽ നമുക്ക് പ്രസ്പഷ്ടമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്കറിയാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആയത്ത് തന്നെയാണ്. ഇതിനോട് ചേർത്ത് വെച്ച് ജസ്റ്റിസ് ഷംസുദ്ദീൻ സാഹിബ് ഈ ഖുർആൻ ആയത്ത് ഉദ്ധരിക്കുകയാണ്. മനുഷ്യരെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങളെ വിവിധ വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കിയത് നിങ്ങൾ അന്യോന്യം തിരിച്ചറിയാനാണ്. ദൈവത്തെങ്കിൽ അടുത്തത് ഏറ്റവും അടുത്തതിൽ നിങ്ങൾ ഏറ്റവും ആദരണീയർ, നിങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയുള്ളവനാണ്, തഖ്വ ഉള്ളവനാണ് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇതിന് അദ്ദേഹം അതുപോലുള്ള ഹദീസുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 3 പറയുന്നത് സകല മനുഷ്യർക്കും ജീവിക്കാനും സുരക്ഷിതമായിരിക്കാനുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതാണ്. ജസ്റ്റിസ് ഷംസുദ്ദീൻ സാഹിബ് അതിന് ഉപോത്ബലകമായി ഖുർആനിലൂടെ ആയത്ത് ഉദ്ധരിക്കുകയാണ്. സകല മനുഷ്യർക്കും ജീവിക്കാനും സുരക്ഷിതമായിരിക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിന് ആരെങ്കിലും കൊന്നതിനോ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കിയതിനോ അല്ലാതെ വല്ലവനും ഒരാളെ വധിച്ചാൽ മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണ്. നേർക്കുനേരെ മനുഷ്യജീവന്റെ സാങ്ക്ടിറ്റി പ്രഖ്യാപിക്കണം. ആർട്ടിക്കിൾ 4 അടിമത്തത്തിനെതിരെ ഉള്ള പ്രഖ്യാപനമാണ്. യഥാർത്ഥത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ, അള്ളാഹു മാത്രമാണ് യജമാനൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സകലരും സമന്മാരാണ്. അപ്പോൾ അടിമ ഉടമ ബന്ധങ്ങളൊക്കെ തന്നെ ഫ്യൂഡൽ സിസ്റ്റങ്ങളൊന്നും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല, അടിസ്ഥാനപരമായിട്ട് സ്പിരിറ്റിൽ അംഗീകരിക്കുന്നില്ല. ആർട്ടിക്കിൾ 5 പറയുന്നത് ക്രൂരത മനുഷ്യർക്ക് ഉള്ള പീഡനങ്ങളും ക്രൂരതകളും നിരോധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ ആകട്ടെ ചെയ്യുന്നത് മനുഷ്യനോട് മാത്രമല്ല, മുഴുവൻ ജീവജാലങ്ങളോടുമുള്ള ക്രൂരതയെ ഖുർആൻ ഇതിനും ഹദീസ് നിരോധിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഹദീസിൽ, ബുഹാരിയിൽ ഉള്ളൊരു ഹദീസ്, പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിൽ പ്രവേശിക്കപ്പെട്ടൊരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ക്രൂരത എന്നുള്ള ആ ഒരു ഇത് തന്നെ ഒരു ഇഷ്യൂ തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മനുഷ്യൻ ദയാവായ്പോടുകൂടി അള്ളാഹു നീതിമാനാണ്, അള്ളാഹു ദയാലുവാണ്. അതുകൊണ്ട് മനുഷ്യരും നീതി പാലിക്കേണ്ടതുണ്ട്, കാരുണ്യത്തോടെ വർത്തിക്കേണ്ടതുണ്ട്. ക്രൂരത ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകാൻ പാടില്ല. ആർട്ടിക്കിൾ 6, 7, 8 എന്നിവ നിയമത്തിൻ്റെ മുന്നിലെ വ്യക്തിയുടെ തുല്യതയും നീതിയും പ്രഖ്യാപിക്കണം. സമത്വമാണ് പ്രഖ്യാപിക്കുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ഹജ്ജത്തുൽ വദാ ഹജ്ജ് വേളയിൽ അറഫ മൈതാനിയിൽ പ്രവാചകൻ നടത്തിയ പ്രഖ്യാപനത്തിൽ ജസ്റ്റിസ് ഷംസുദ്ദീൻ സാഹിബ് അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ഉദ്ധരിക്കുന്നുണ്ട്, അറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ശ്രദ്ധയില്ല. അപ്പോൾ അതിൽ ഒരു പഴുതും അനുവദിക്കാതെ നിങ്ങളെല്ലാവരും ആദമാകട്ടെ മണ്ണിൽ നിന്നും. വിശ്വസിച്ചവരെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നീതിയെക്കുറിച്ചുള്ള ഖുർആന്റെ ഉദാത്തമായ, എനിക്ക് തോന്നുന്നു ഇത്ര പ്രസ്പഷ്ടമായ ഒരു കേവലമായ മൂല്യമെന്ന നിലക്ക് നീതിയെ പ്രതിഷ്ഠിക്കുന്ന ഒരു വചനം ലോക സാഹിത്യത്തിൽ തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, ഒബാമ പഠിച്ച ഹാർവാർഡ് ലോ സ്കൂളിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ സൂക്തം അതിതാണ്: വിശ്വസിച്ചവരെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി നേരാംവിധം നിലകൊള്ളുന്നവരാവുക, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവർ. ഒരു ജനതയോടുള്ള വിരോധം നീതി നടത്താതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. നീതി പാലിക്കുക, അതാണ് ധർമ്മത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. ആർട്ടിക്കിൾ 9 അനാവശ്യമായ അറസ്റ്റിനുള്ള സംരക്ഷണം പ്രഖ്യാപിക്കുന്നു. ഇതിന് തുല്യമായ ഹദീസും ഒക്കെ ഉദ്ധരിച്ചുകൊണ്ട് ജസ്റ്റിസ് അതിനെ താരതമ്യപ്പെടുത്തുക നമുക്ക് കാണാൻ കഴിയും ഗ്രന്ഥത്തിൽ. ആർട്ടിക്കിൾ 10 ഏവർക്കും സ്വതന്ത്രമായ നിയമപരമായ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നുണ്ട്. ആർട്ടിക്കിൾ 11 അപരാധി എന്ന് തെളിയിക്കും വരെ നിരപരാധി എന്ന് പരിഗണിക്കപ്പെടണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് അവതരിപ്പിക്കുന്നത്. ഇത് ഇസ്ലാമിക നിയമത്തിൻ്റെ അടിസ്ഥാനപരമായ പരികല്പനയാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആർട്ടിക്കിൾ 12 സ്വകാര്യതയ്ക്കും പ്രശസ്തിക്കും ഡിഗ്നിറ്റിയുള്ള നമ്മുടെ സോഷ്യൽ ഡിഗ്നിറ്റി, നമ്മളുടെ അഭിമാനം ഇതിന് പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിളാണ്.
ജസ്റ്റിസ് അതിന് തുല്യമായിട്ട് ഒരു ആയുധം ഉദ്ധരിക്കുന്നു. വിശ്വസിച്ചവരെ, നിങ്ങളുടേതല്ലാത്ത വീടുകളിൽ നിങ്ങൾ പ്രവേശിക്കരുത്. ആ വീട്ടുകാരോട് നിങ്ങൾ അനുവാദം തേടുകയും അവർക്ക് സലാം പറയുകയും ചെയ്യുന്നതുവരെ അതാണ് നിങ്ങൾക്ക് ഉത്തമം. നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനാണിത്. അഥവാ നിങ്ങൾ അവിടെ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അനുമതി കിട്ടും വരെ അകത്ത് കടക്കരുത്. നിങ്ങളോട് തിരിച്ചു പോകാനാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ മടങ്ങിപ്പോകണം. അതാണ് നിങ്ങൾ. അപ്പോൾ വ്യക്തിയുടെ സുരക്ഷിതത്വ, അവരുടെ സ്വകാര്യത പവിത്രമാക്കിയിരിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് ഏറെ പവിത്രമായിരിക്കുന്നത്. ഖുർആനിൽ സൂറത്ത് നൂറിലെ 27-28 സൂക്തങ്ങളാണ്. മറ്റൊരായത്ത് ജസ്റ്റിസ് ഉദ്ധരിക്കുന്നു, വിശ്വസിച്ചവരെ ഊഹങ്ങളിലേറെയും വർജിക്കുക. മനുഷ്യന് ഊഹങ്ങളിൽ നമ്മളിങ്ങനെ കോൺസ്പിറസി തിയറി, വ്യക്തികളെ കുറിച്ചുള്ള തെറ്റായ ഇതെല്ലാം നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അതിൻ്റെ വെറാസിറ്റി ചെക്ക് ചെയ്യാതെ പ്രചരിപ്പിക്കും. ഇത് വ്യക്തിയുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെയൊക്കെ ഡിഗ്നിറ്റിയെ ഒരുപാട് പരിക്കേൽപ്പിക്കുന്നുണ്ട്. അതിനെതിരായ ഒരു ആയത്ത് ജസ്റ്റിസ് ഉദ്ധരിക്കുന്നുണ്ട്. ഊഹങ്ങളേറെയും വർജിക്കുക, ഉറപ്പായും ഊഹങ്ങളിൽ അധികവും കുറ്റകരമാണ്. നിങ്ങളിൽ ആരും മറ്റുള്ളവരെ പറ്റി അവരുടെ അസാന്നിധ്യത്തിൽ മോശമായി സംസാരിക്കരുത്. മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം തിന്നാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് ആയത്ത് ഉദ്ധരിക്കണം. ആർട്ടിക്കിൾ 13-14 വാസസ്ഥലത്തിനും സഞ്ചാരത്തിനും അഭയം തേടുന്നതിനുള്ള അവകാശം പ്രഖ്യാപിക്കുന്നു. ആർട്ടിക്കിൾ 15 ദേശീയ പൗരത്വ അവകാശം ഏവർക്കും പ്രഖ്യാപിക്കുന്നു. മനുഷ്യരായി പുലർന്നവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു ദേശീയ രാഷ്ട്രത്തിൽ അംഗമാണ്. അല്ലെങ്കിൽ അത്തരം പൗരത്വത്തെ പറ്റിയുള്ള പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യക്തിയെ ഉപദ്രവിക്കരുത്. ഒരാളുടെ പൗരത്വം നിഷേധിക്കപ്പെടരുത്. ആർട്ടിക്കിൾ 16 കുടുംബം നിർമ്മിക്കാനുള്ള വ്യക്തിയുടെ അവകാശം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 17 സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 18-19 ചിന്താ സ്വാതന്ത്ര്യവും ആവിഷ്കാര പ്രകടന സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതെല്ലാം ഖുർആന്റെ പ്രസ്പഷ്ടമായതാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് പറയുന്ന ആയത്ത് ചിന്താ സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുന്ന ആയത്താണത്. അതുപോലെ ആർട്ടിക്കിൾ 20 ഇതൊക്കെ ജസ്റ്റിസ് വളരെ വിശദമായ പ്രതിപാദനങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 20 സംഘം ചേരാനും സംഘടിത പ്രവർത്തനം നടത്താനുമുള്ള സ്വാതന്ത്ര്യം. നിങ്ങളൊരു വിഭാഗം ഉണ്ടാകട്ടെ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം നിങ്ങളിൽ ഉരുത്തിരി വരട്ടെ എന്നുള്ള ഖുർആന്റെ ആഹ്വാനം തന്നെ സംഘടിതമായ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ആഹ്വാനമാണ്. ആർട്ടിക്കിൾ 21 രാജ്യത്തിന്റെ ഭരണ നിർവഹണത്തിൽ പങ്ക് അവകാശമായി പ്രഖ്യാപിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 22 സാമൂഹ്യ സുരക്ഷയ്ക്കുള്ള അവകാശം ഉറപ്പു നൽകുന്നു. ആർട്ടിക്കിൾ 23, 24, 25 തുല്യ ജോലിക്ക് തുല്യ വേതനം. സ്ത്രീകൾക്കൊക്കെ അവരുടെ വേതനം കുറച്ചു കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും ഖുർആൻ ഇസ്ലാമികമായിട്ട് അത് അംഗീകരിക്കപ്പെടാൻ സാധ്യമല്ല. തുല്യ ജോലിക്ക് തുല്യ വേതനം, വിശ്രമത്തിനും വിനോദത്തിനും മികച്ച ജീവിത നിലവാരത്തിനും വ്യക്തികളുടെ അവകാശമാണ് ഈ ആർട്ടിക്കിൾ 23, 24, 25 ഉറപ്പു നൽകുന്നത്. ആർട്ടിക്കിൾ 26 വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഖുർആന്റെ ഒരു പ്രധാനമായിട്ടുള്ളതാണ്. അതുപോലെ റസൂലിന്റെ പ്രഖ്യാപനം കാണാം, ഓരോ സ്ത്രീക്കും പുരുഷനും വിദ്യാഭ്യാസം നേടുക എന്നത് നിർബന്ധമായ ഒരു പ്രഖ്യാപനം തന്നെ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ആർട്ടിക്കിൾ 27, 28, 29, 30 ശാസ്ത്രീയവും സാംസ്കാരികവുമായ കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യം. ഇങ്ങനെ ഓരോ ആർട്ടിക്കിളും അസാധാരണമാം വിധം ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് യോജിപ്പിക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുന്ന ഗ്രന്ഥത്തിന്റെ അദ്ദേഹത്തിന്റെ 24ാമത്തെ അധ്യായമാണ് ഇതിലൊരു കോൺട്രവേഴ്ഷ്യൽ ആകാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്ന ഒരു അതിനു മുമ്പ് 21ാമത്തെ അധ്യായം ലിംഗനീതി സംബന്ധമായിട്ടുള്ള ചില കോൺട്രവേഴ്സികളൊക്കെ നിലവിലുണ്ട്. ഇപ്പൊ ഇസ്ലാമിന്റെ പ്രഖ്യാപനം ഒട്ടാകെ തന്നെ മുസ്ലിങ്ങളൊന്നും ഏറ്റുപിടിക്കുന്നില്ല. നമ്മൾ മുസ്ലിങ്ങളിലൊരു ധാരയുണ്ട്. മുസ്ലിങ്ങളുടെ പ്രബലമായ സംഘടിതമായ ധാര യാഥാസ്ഥിതിക ധാരയാണ്. അതൊന്നും ഈ ലിംഗനീതിയൊന്നും അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ അതൊക്കെ നമ്മളും അത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഏറ്റവും വളരെ ഇന്ന് ഇസ്ലാമോഫോബിയ കത്തിക്കുന്നതിൽ ആശയപരമായ ചില സംഗതികൾ പങ്കുവയ്ക്കുന്നുണ്ട്, നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതല്ലാതെ നമ്മളിന്ന് ഇസ്ലാമിൻ്റെതായി അറിയപ്പെടുന്ന എല്ലാ സംഗതിയും സാങ്ക്ടിഫൈ ചെയ്തൊന്നും നമുക്ക് ഇസ്ലാം ഫോബിയ നമുക്ക് നേരിടാൻ കഴിയില്ല. ചില യാഥാർത്ഥ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് എന്നുള്ള കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു കാലം വന്നിരിക്കുകയാണ്. മുമ്പൊക്കെ നമുക്ക് അതിനെ പഴിയുമായിരിക്കും, ഇന്നതല്ല. ഫിംഗർ ടിപ്പിൽ ഇൻഫർമേഷൻ എല്ലാവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് ഈ കാർപ്പറ്റിട്ട് മൂടിക്കൊണ്ട് നമുക്ക് അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് വിചാരിക്കരുത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കാരുണ്യവും നീതിയുമാണ്. അഥവാ കാരുണ്യവും നീതിയുമല്ലാത്ത ഒന്നും തന്നെ തുല്യതയും സ്വാതന്ത്ര്യവും അംഗീകരിക്കാത്ത ഒന്നും ഇസ്ലാമികമായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ പുസ്തകം കൃത്യമായി സ്ഥാപിക്കുന്നത്. 23ാം അധ്യായത്തിൽ സോഷ്യോ എക്കണോമിക് ഫിലോസഫിയെ ചർച്ച ചെയ്യുന്നുണ്ട്. 24ാം അധ്യായത്തിലാണ് ഞാൻ ഒരുപക്ഷെ ഏറ്റവും ഊന്നി പറയേണ്ട അതാണ് ഒരുപക്ഷെ ജസ്റ്റിസിന്റെ ഏറ്റവും കനപ്പെട്ട സംഭാവനയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ അദ്ദേഹം UDHR യുണൈറ്റഡ് നേഷൻസ് ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സും
ഷരിയ ലോ അല്ലെങ്കിൽ ഫിഖ് നിയമങ്ങളും തമ്മിലുള്ള പ്രധാനമായിട്ടും ഏതാണ്ട് 10 ഏരിയകളിലുള്ള വ്യത്യാസം അദ്ദേഹം കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് UDHRുമായി യോജിക്കാത്ത ചില മുസ്ലിം ഫിഖ് വ്യാഖ്യാനങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അദ്ദേഹം അതിൽ അനാവരണം ചെയ്തത്. അതിൽ പ്രധാനമായിട്ടുള്ള ഇതൊന്ന്, സ്ത്രീകളെ രക്ഷാകർത്തൃ സ്ഥാനത്ത് നിന്ന് സ്ത്രീകൾക്ക് വിലായത്തില്ല എന്നുള്ള പ്രഖ്യാപനം. ഇത് ഖുർആന്റെ സ്പഷ്ടമായ പ്രഖ്യാപനത്തിന് വിരുദ്ധമാണ്. പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടൊക്കെയാണ്. പെണ്ണുങ്ങളായാലും അവൾക്ക് നമ്മുടെ നാടുകളിൽ പെണ്ണുങ്ങൾക്ക് രക്ഷാകർത്ത വിലായത്ത് പെണ്ണുങ്ങൾക്ക് കൊടുക്കാം. പക്ഷെ ഖുർആനിൽ 9:71 നേർക്ക് നേരെ പറയുന്നുണ്ട് സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം രക്ഷാകർത്താക്കളാണെന്ന് പറയുന്ന ആയത്ത് നിലവിലിരിക്കെ വ്യാഖ്യാനിച്ചിട്ടേക്കുന്നത് മുസ്ലിം പഴയ ഫുഖഹാക്കൾ അവർ ജീവിച്ച കാലഘട്ടത്തിന്റെ ഉൽപ്പന്നങ്ങളാണെന്ന് മനസ്സിലാക്കാതെ ആ വ്യാഖ്യാനമാണ് ഇന്നും നമ്മൾ പുലർത്തുപോരും. ഇത് അതൊക്കെയാണ് നമ്മൾ മതത്തിന്റെ അവിഭാജ്യമായ ഘടകമാണെന്നും ചോദ്യം ചെയ്യപ്പെടാനാകാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. പക്ഷെ ഇതെല്ലാം തന്നെ പുതിയ കാലഘട്ടത്തിൽ പുതിയ തലമുറ ചോദ്യം ചെയ്യുകയും മാറ്റി തിരുത്തുകയും ചെയ്യും. ഖുർആൻ ഇതിന് ഉത്തരവാദിയല്ല എന്ന് നമ്മൾ മനസ്സിലായി. ഇസ്ലാമിന്റെ അന്തസത്ത അല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ മുസ്ലിങ്ങൾ അവരന്യായമായി അവരുടെ മേൽ വെച്ച് കേൾപ്പിക്കേണ്ട ഫിഖ് നിയമങ്ങളുടെ ഒരു തടവറക്കകത്ത് കിടക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് ജസ്റ്റിസ് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. സ്ത്രീകളുടെ വിറ്റ്നസിങ് പവർ ഖുർആനിൽ 2:252 പ്രകാരം, അതായത് വിറ്റ്നസിങ് ആയിട്ടുള്ള ഒരു മറ്റേ കടമിടപാട് സംബന്ധിച്ചിട്ടുള്ളൊരു ആയത്തിൽ തതില്ല എന്നുള്ളൊരു ആയത്ത് പറയുന്നുണ്ട്. അവൾ മറന്നു പോവുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്താൻ 2 സാക്ഷി വേണമെന്ന് പറയുന്നത്. അതൊരു സാന്ദർഭികമായ സംഗതി. മറന്നു പോയില്ലെങ്കിലോ? അപ്പൊ യഥാർത്ഥത്തിൽ സാമ്പത്തികമായ ഇടപാടുകളിലുള്ള പ്രാഗൽഭ്യക്കുറവാണ് ആ ഒരു വിറ്റ്നസിങ് പവർ സ്ത്രീകൾക്ക് കുറച്ചിലേക്ക് നയിച്ചത്. അതല്ലാതെ മറ്റു ആയത്തുകളൊക്കെ തന്നെ, മറ്റൊരായത്തിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. വേറെ ആയത്തിൽ സ്ത്രീകളുടെ വിറ്റ്നസ് സംബന്ധിച്ച് സൂറത്ത് നൂറിലെ 6-ാമത്തെ ആയത്ത്, സ്വന്തം ഭാര്യയ്ക്കെതിരെ വ്യഭിചാരോപണം നടത്തിയ ഒരു കേസിൽ പുരുഷന്റെ വിറ്റ്നസിങ് പവറിന് മുകളിൽ സ്ത്രീകളുടെ വിറ്റ്നസിങ് പവർ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്. നമ്മൾ ആയത്ത് നോക്കിയാൽ തന്നെ അറിയാം, നേർക്കുനേരെ ഖുർആൻ വിരുദ്ധ. അപ്പൊ അതായത് യഥാർത്ഥത്തിൽ അബ്സല്യൂട്ട്ലി ഇക്വാലിറ്റിയാണ്. അന്നത്തെ സാന്ദർഭികമായ ഘട്ടത്തിൽ സ്ത്രീകളുടെ വിറ്റ്നസിങ് പവർ ടെസ്റ്റിമണിക്ക് 50% വാല്യൂ കൊടുത്തുള്ളൂ. 50% കൂടെ കഴിയില്ല, മറ്റൊരാൾ ഓർമ്മപ്പെടുത്താനാണ്. യഥാർത്ഥത്തിൽ 50% അല്ല, തുല്യമായ വിറ്റ്നസിങ് പവർ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഓർമ്മപ്പെടുത്താൻ, അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ ഓർമ്മപ്പെടുത്താൻ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ട് മുസ്ലിം വ്യാഖ്യാതാക്കൾ എന്ത് ചെയ്തു? സ്ത്രീകൾക്ക് പകുതിയെ വിറ്റ്നസിങ് പവറുള്ള ടെസ്റ്റിമണി ഉള്ളൂ തെറ്റായി വ്യാഖ്യാനിച്ചു. അതാണ് ജസ്റ്റിസ് ഈ പുസ്തകത്തിൽ ചോദ്യം ചെയ്യുന്നത്. ശിശുവിവാഹമൊക്കെ ഏതാണ്ട് സാക്രോസാങ്ക്റ്റ് ആയിട്ടുള്ള സംഗതിയാണെന്നുള്ള ആൾക്കാണ് നമ്മുടെ ഇവിടെ മത നേതാക്കന്മാരൊക്കെ പ്രസംഗിച്ചിട്ട് നടക്കുന്നത്, അല്ലേ? യഥാർത്ഥത്തിൽ അത് വളരെ ദുർബലമായ ഹദീസിന്റെ ഇത് മാത്രമേ ഉള്ളൂ. ഖുർആനിൽ അതിന് വ്യക്തമായ എതിർപ്പ്. ഖുർആൻ വിവാഹപ്രായത്തെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഈ 6 വയസ്സിലും 9 വയസ്സിലും ഒക്കെ കെട്ടാമെന്നുള്ള വളരെ വ്യാജമായ, വളരെ വളരെ അപകടകരമായ ഒരു വാദമാണ് മുസ്ലിം പണ്ഡിതന്മാർ മുന്നിട്ട് നടക്കുന്നത്. ഒരു അടിസ്ഥാനവുമില്ല. ഞാനത് ആഴത്തിൽ പഠിച്ച ആളെന്നുള്ള നിലക്ക് എനിക്കതിനെക്കുറിച്ച് പറയാൻ കഴിയും. ദുർബലമായ ഹദീസാണ്. ആ ദുർബലമായ ഹദീസ് എന്തുകൊണ്ടാണ് ദുർബലമാകുന്നത് നമുക്കറിയാം, നമുക്ക് കൃത്യമായിട്ട് പരിശോധിക്കാൻ കഴിയും. സൂറത്ത് നിസായിൽ 6-ാമത്തെ ആയത്തിൽ പറയുന്നത്, കീപ് ക്ലോസ് ഓൺ ഓർഫാൻസ്, ടെൽ ദം ദ ഏജ് ഓഫ് മാരേജ് അബൌട്ട്. അതായത് ഒരു അനാഥയെ അവൻ്റെ വിവാഹപ്രായം എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വാച്ച് ചെയ്യുകയും, അങ്ങനെ വാച്ച് ചെയ്ത ശേഷം ആ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ അവൻ മെച്യൂർഡ് ആണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ വിവാഹപ്രായം എന്നുള്ള പ്രയോഗം തന്നെ അവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ മെച്യൂരിറ്റി, ഇന്റലക്ച്വൽ ആൻഡ് ഫിസിക്കൽ മെച്യൂരിറ്റിയുമായിട്ടാണ് ഇതിന് ബന്ധം. മാത്രമല്ല ഖുർആനിൽ വേറെ ആയത്തിൽ മീസാക്കൻ ഖരീല എന്ന് പറയുന്നുണ്ട്. അതൊരു വിവാഹം ഒരു ശക്തമായ കരാറാണ്. കരാറെന്ന് പറഞ്ഞാൽ ഒരു 6 വയസ്സുകാരിയായിട്ട് എങ്ങനെ കരാർ ഉണ്ടാക്കാൻ പറ്റും? അപ്പോൾ സ്ത്രീക്ക് അസ്തിത്വമുണ്ടെന്നും അവരുടെ മോറൽ ഏജന്റ് ആണെന്നും ഖുർആൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ മുസ്ലിം വ്യാഖ്യാതാക്കൾ, മുസ്ലിം ഫുഖഹാക്കൾ പലരും അംഗീകരിച്ചിട്ടില്ല. അത് തെറ്റാണ്, വ്യാജമാണ്. അത് മതത്തിന്റെ അന്തസ്സത്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. പക്ഷേ നിർഭാഗ്യവശാൽ അത് ഇസ്ലാമിന്റെ പേരിൽ നിലനിൽക്കുന്നു, ശരീഅത്തിന്റെ പേരിൽ നിലനിൽക്കുന്നു എന്ന വളരെ ഗുരുതരമായ പ്രശ്നം ആണ് ജസ്റ്റിസ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ ബഹുഭാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള മുസ്ലിം കൺസെപ്റ്റ് ജസ്റ്റിസ് വളരെ ശക്തമായ രൂപത്തിൽ തകർത്തിടുന്നുണ്ട്. ഖുർആനിൽ എന്താണ് പറയുന്നത്? ഖുർആനിൽ പറയുന്നത് അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ എന്നതാണ്. അനാഥകളുടെ കാര്യത്തിൽ ആശങ്കയുമായിട്ട് ഡയറക്റ്റായിട്ട് ഈ ബഹുഭാര്യത്വത്തിന് ബന്ധമുണ്ടായേ പറ്റൂ, അല്ലാതെ ഒരു വ്യാഖ്യാനം ഖുർആനികമായി നിലനിൽക്കില്ല. മറ്റൊരായത്തിൽ സൂറത്ത് നിസായിലെ തന്നെ 128-ാമത്തെ ആയത്തിൽ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നീതി പാലിക്കാൻ കഴിയില്ല
അതായത് ഒരു ഭാര്യയിലേറെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നീതി പാലിക്കാം. അപ്പോൾ പടച്ചോൻ തന്നെ പറയുന്നത് നീതി പാലിക്കാൻ പറ്റില്ല. അപ്പോൾ നീതി പാലിക്കാൻ പറ്റുമെങ്കിൽ എന്നുള്ള ഇത് 4-3 സൂക്തത്തിൽ തന്നെ പറയുമ്പോൾ നീതി പാലിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിലും ബഹുഭാര്യത്തെ അംഗീകരിക്കാൻ കഴിയില്ല. അത്രയും ഒരു ക്രിട്ടിക്കലായ സിറ്റുവേഷനിൽ അനാഥകളുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ആകണം ഇത്. പക്ഷേ നിർഭാഗ്യത്തിൽ എന്തു വ്യാഖ്യാനിച്ച പുരുഷാധിപത്യപരമായിട്ടാണ്. എല്ലാ മതങ്ങളുടെയും മുഖ്യധാര പുരുഷാധിപത്യപരമാണ് എന്ന് നാം തിരിച്ചറിയണം. എല്ലാ മതങ്ങളുടെയും, അത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും മാത്രം പ്രശ്നമല്ല, ഹിന്ദു മതത്തിൻ്റെ ആയാലും ക്രിസ്തു മതത്തിൻ്റെ ആയാലും ജൂതമതത്തിൻ്റെ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അതിന് ഇന്നത്തെ കാലത്ത് ഈ കാലം അതിന് റൈപ്പായി കഴിഞ്ഞിരിക്കുന്നു. അതിന് ഉന്നതമായ രൂപത്തിലുള്ള ചിന്താ സ്വാതന്ത്ര്യം, അവകാശങ്ങൾ കിട്ടിയ പുതിയ തലമുറ, അവരുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഏത് സംഗതിയും ക്രിട്ടിക്കലായി വായിക്കാനും അന്വേഷണം അപഗ്രഥിക്കാനുള്ള കഴിവ് നമ്മുടെ തലമുറ ആർജിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മളതിന് തയ്യാറായില്ലെങ്കിൽ നമ്മുടെ മക്കൾ നമ്മളെ ചോദ്യം ചെയ്യും. അവർ മതത്തിൻ്റെ അതീതമായിട്ട് മതത്തിനെ തന്നെ തിരസ്കരിച്ചുകൊണ്ട് അവർ പുറത്തു പോവുകയും ചെയ്യുന്നൊരു ഗൗരവതരമായൊരു അവസ്ഥ മുന്നിൽ കാണേണ്ടതുണ്ട്. പിന്നെ വിവാഹമോചനത്തെ സംബന്ധിച്ചിട്ട്, വിവാഹമോചനം സ്ത്രീകൾക്ക് വളരെ ബുദ്ധിമുട്ടായ ഒരു തരത്തിലാണ് മൊത്തത്തിൽ വ്യാഖ്യാനിച്ചിട്ടേക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ജസ്റ്റിസ് വളരെ അദ്ദേഹത്തിൻ്റെ 993 ഇറക്കിയ മലയാള കൃതിയിലും ഇതിലും ആവർത്തിച്ചുറപ്പിക്കുന്ന ഒരു ഹദീസ്, സാബിത്ത് ബിനു ഖൈസ്, അദ്ദേഹം തൻ്റെ ഭാര്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയണേ, എനിക്ക് ഖൈസിന് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നല്ല മനുഷ്യനാണ്, ഒരു പ്രശ്നമില്ല, പക്ഷെ എനിക്കിഷ്ടമല്ല, എനിക്ക് ആ മനുഷ്യനായിട്ട് കൂടിച്ചേരാൻ പറ്റുന്നില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു കൊടുക്കണം, തിരിച്ച് നിങ്ങൾക്ക് നൽകിയ തോട്ടം നിങ്ങൾ തിരിച്ചു തരാൻ കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് പറഞ്ഞു. ഇത്രേ ഉള്ളൂ. അപ്പോൾ സ്ത്രീക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്, പൂർണ്ണമായ അവകാശം, തുല്യതയുണ്ട്. പക്ഷേ നമ്മുടെ ഫിഖ്ഹിൽ എങ്ങനെയാണ്? അങ്ങനെ തുല്യപ്പെടുത്തിയിട്ടില്ല. അത് പുരുഷന്റെ മാത്രം. ട്രിപ്പിൾ തലാഖ് ഖുർആന് വിരുദ്ധമായ ഒരു ആശയമാണെന്ന് എല്ലാം സലഫികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും ഒക്കെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ദൈവബുദ്ധി ഉലമകൾ അംഗീകരിക്കുന്നില്ല ട്രിപ്പിൾ തലാഖ്. പക്ഷെ അവസാനം ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം തന്നെ നമ്മളുടെ തലക്കടിച്ച പോലെ, മുസ്ലിം ഉമ്മത്തിന്റെ തലക്കടിച്ച പോലെ അത് പറയേണ്ടി വന്നില്ലേ? വളരെ നാണക്കേടാണ്. ഇത്തരത്തിലുള്ള വളരെ ഭോഷത്വപരമായ ഇസ്ലാം വ്യാഖ്യാനങ്ങൾക്ക് ഒരു പഴുതുമില്ല. അതൊക്കെ എന്നേ അത് അസ്തപ്രച്ഛമായി കളയേണ്ടതായിരുന്നു. അതുപോലെ തന്നെ അഡൾട്ടറിക്ക് ശിക്ഷ, വധശിക്ഷ കൊടുക്കുന്നത്, ഇതിൽ യഥാർത്ഥത്തിൽ കൂടുതലായിട്ടും പ്രഗ്നൻസി സ്ത്രീക്കെതിരെ തെളിവ് നൽകുമ്പോൾ സ്ത്രീകൾക്ക് വിറ്റ്നസിങ് പവർ ഇല്ലാത്ത രൂപത്തിൽ റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകൾ പോലും അപകടത്തിലാവുന്ന വളരെ ദുരവസ്ഥയാണ് മുസ്ലിം നാടുകളിൽ പലരും നിലനിൽക്കുന്നത്. ഇതൊക്കെയാണ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം. പിന്നെ നേതൃത്വ പദവിയിൽ നിന്ന് സ്ത്രീകളെ തടയും. ഒരു സ്ത്രീ നേതൃത്വം നൽകുന്ന ഒരു സമൂഹം വിജയിക്കില്ല എന്ന് പറഞ്ഞല്ലോ ഒരു വളരെ ദുർബലമായ ഹദീസിനെ ചൂണ്ടിക്കാണിച്ചിട്ട് യഥാർത്ഥത്തിൽ ഖുർആൻ പ്രസ്പഷ്ടമായി പറയുന്ന ഇത് സൂറത്ത് 44 വരെയുള്ള ഭാഗത്ത് ഷീബ രാജ്ഞി, സഭയിലെ രാജ്ഞിയുടെ ഇടപെടൽ അവർ വളരെ എത്ര ഉന്നതമായ രൂപത്തിലാണ് ഒരു ഇംപെൻഡിങ് ആയിട്ടുള്ള ഒരു വാർ ഒഴിവാക്കിയത്, ഡിപ്ലോമാറ്റിക്കായിട്ട് ഇടപെട്ടത്, അങ്ങനെ വളരെ അങ്ങനെ ഒരു മുസ്ലിമായി മാറുകയും ചെയ്ത ഉന്നതമായ ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ചിത്രീകരണം ഖുർആൻ വെറുതെ ഒരു കഥ പറയാൻ വേണ്ടി പറഞ്ഞതായിരിക്കില്ലല്ലോ. ജസ്റ്റിസ് ഉദ്ധരിക്കുന്നുണ്ട് അതെല്ലാം. അപ്പോൾ അതെല്ലാം ഉദ്ധരിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അങ്ങനെ നേതൃത്വത്തിൽ തടയുന്നതിൽ ഖുർആനികമായ യാതൊരു ന്യായവുമില്ല. പക്ഷേ മുസ്ലിങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നത് ഏറെക്കുറെ മുഴുവൻ മുഖ്യധാരാ വ്യാഖ്യാനം അതാണെന്നാണ്. ഇന്ന് പുതിയ തലമുറ പുതിയ കാര്യങ്ങൾ, പുതിയ ചോദ്യങ്ങളുമായിട്ട്, പുതിയ അറിവുകളുടെ വെളിച്ചത്തിൽ വരുന്നുണ്ട് ഇതിനെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ. സ്വാഭാവികമായിട്ട് അതിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയുന്നതായിട്ട് തോന്നുന്നില്ല. ഞാൻ ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ആഴത്തിൽ പരിശോധിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്കും ജസ്റ്റിസിൻ്റെ എന്നോട് 100% യോജിക്കാനേ പറ്റുള്ളൂ. അതുപോലെ അപ്പോസ്റ്റസിലോ ബ്ലാസ്ഫെമിയിലോ ഇതൊക്കെ മുസ്ലിം 14 മുസ്ലിം നാടുകളിൽ വധശിക്ഷ, ചിന്താ സ്വാതന്ത്ര്യത്തിന് കുരുക്കിടുന്ന രൂപത്തിൽ വധശിക്ഷ കൊടുക്കുന്നുണ്ട്. ഒരാൾ അപ്പോസ്റ്റേറ്റ് മതപരിത്യാഗിയായി കഴിഞ്ഞാൽ അവനെ വധിക്കും. ഇതൊക്കെ എന്ത് അടിസ്ഥാനം? ഖുർആനികമായ വല്ല ന്യായവിധനുണ്ടോ? ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, മുസ്ലിങ്ങൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടേക്കാണ്. ഇത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ്. നമ്മളിത് തൊടാൻ മടിക്കുന്ന ഒരു രംഗത്തേക്ക് വളരെ ധീരോദാത്തമായി അതിസാഹസികമായിട്ട് നടന്നെടുക്കുകയാണ് ജസ്റ്റിസ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം എങ്ങനെ ഈ നിയമങ്ങൾ വന്നു എന്നും എന്തുകൊണ്ട് ഈ നിയമങ്ങൾ ഖുർആനികമായി നിലനിൽക്കുന്നില്ല എന്നും ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്നു. ബ്ലാസ്ഫെമിയിലോ മതനിന്ദ കുറ്റം ചുമത്തിക്കൊണ്ട് ഒരുപാട് നിരപരാധികളായ മനുഷ്യർ പാകിസ്ഥാനിലും ഒക്കെ, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രത്യേകിച്ച്, നമ്മൾ UAPA ഇന്ത്യയിലൊക്കെ ഉള്ള പോലെ
പാകിസ്ഥാനിൽ അവർ ബ്ലാസ്ഫമി ലോ ആണ് പ്രയോഗിക്കുന്നത് ആ മുസ്ലിങ്ങൾക്ക് എതിരെ. അപ്പം ഇത്തരത്തിലുള്ള വ്യാജമായ ഖുർആനിൽ ഒരടിസ്ഥാനവുമില്ലാത്ത വ്യാജോക്തികൾ ഫിഖഹിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ പുരുഷാധിപത്യപരവും സാമ്രാജ്യത്വപരവും രാജാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള വ്യാഖ്യാനങ്ങളുമൊക്കെ മുഖ്യധാരവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിനെ ചോദ്യം ചെയ്യുക എന്ന ഇത് ഈ കാലഘട്ടത്തിലെ ധിഷണാശാലികളുടെ ഏറ്റവും വലിയ ധർമ്മമാണ്. അതാണ് ജസ്റ്റിസ് നിർവഹിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പുസ്തകം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടതും ഇത്രയേറെ ജനങ്ങളെ ആകർഷിച്ചതും ഇത്രയേറെ കോളിളക്കം ഉണ്ടാക്കിയിട്ടില്ല. അതിൻ്റെ ബുദ്ധിപരമായ അദ്ദേഹത്തിൻ്റെ ഇടപെടലിൽ ഉണ്ടാക്കേണ്ട റെവർബറേഷൻസ് യഥാർത്ഥത്തിൽ നമ്മൾ പലരും അറിയുന്നില്ല. അപ്പോൾ അത് മനസ്സിലാക്കിയതോടുകൂടി യഥാർത്ഥത്തിൽ ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഒരു കൾച്ചറൽ ഷോക്ക് കൊടുത്തേ പറ്റും. പക്ഷേ കൾച്ചറൽ ഷോക്ക് കൊടുക്കുമ്പോൾ വേറെ ചില ആളുകൾ കൊടുക്കുന്ന പോലെയല്ല. അദ്ദേഹം വളരെ സൗമ്യമായിട്ട് സമ്യക്കായിട്ടും തെളിവുകളുടെ വെളിച്ചത്തിൽ സംസാരിക്കുന്നതുകൊണ്ട് ഇത് വിജയിച്ചേ പറ്റും. ഈ ആശയപരമായ ഈ ധൈഷണികമായ ഈ ഒരു ഇടപെടൽ തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രതിഫലനം സമൂഹത്തിൽ സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനൊരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ജസ്റ്റിസ് മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം എന്ന് പറഞ്ഞാൽ മക്കാസിദ് ശരിയ അപ്രോച്ചാണ്. നമ്മൾ ശരീഅത്ത് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നമാണെന്ന് മനസ്സിലാക്കണം. ഇതിനൊന്നും 100% സാങ്ക്ടിറ്റി ഒന്നും ഇല്ല. അത് നമ്മൾ തെറ്റായി ധരിക്കുന്നതാണ്. ശരിയ എന്ന് പറഞ്ഞാൽ ഒരു 3-ാം നൂറ്റാണ്ടോടുകൂടി കോൺക്രീറ്റൈസ് ചെയ്യപ്പെട്ട ആശയമാണ്. അത് ഫിഖ് നിയമങ്ങളെയാണ് നമ്മൾ ശരിയ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഈ യഥാർത്ഥത്തിൽ ഓരോ കാലഘട്ടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ പരിശോധിക്കണം. നമുക്ക് പരിഗണിച്ചുകൊണ്ട് മാറ്റങ്ങളുണ്ട്, സമൂഹത്തിൽ മാറ്റങ്ങൾ പോസിറ്റീവായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇജ്തിഹാദിൻ്റെ കവാടങ്ങൾ മലർക്കെ തുറന്നിടേണ്ടതുണ്ട്. അത് ഖുർആനികമായിട്ടുള്ള ആശയമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബലിനെ യമനിലേക്ക് അയച്ച സമയത്ത് ചോദിക്കുകയുണ്ടായി. എല്ലാവർക്കും അറിയാവുന്നൊരു ഹദീസാണ്. എങ്ങനെയാണ് നീ വിധിക്കുന്നത്? അത് ഖുർആനനുസരിച്ച്, അതിൽ കിട്ടിയില്ലെങ്കിലോ സുന്നത്തനുസരിച്ച്, റസൂലിൻ്റെ ചല്യ അനുസരിച്ച്, അതും പറ്റിയില്ലെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള വിശകലനത്തിലൂടെ അത് ഇജ്തിഹാദിനെ സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപിതമായ വ്യക്തമായ പ്രഖ്യാപനമാണ്. അപ്പോൾ ഈ പ്രഖ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇജ്തിഹാദ് നടത്തേണ്ടതുണ്ട്. ഇജ്തിഹാദിൻ്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടു എന്ന തെറ്റായൊരു ധാരണ ജസ്റ്റിസ് ചോദ്യം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇജ്തിഹാദിലൂടെ ഇതെല്ലാം നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. ഖുർആനികമായി പരിശോധിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ പറ്റും. ഖുർആനും ഈ UDHR ലോവും തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ ഇസ്ലാമിക വ്യാഖ്യാനങ്ങളും മുസ്ലിം വ്യാഖ്യാനങ്ങളും മുസ്ലിം ഫിഖ് നിയമങ്ങളും UDHR തമ്മിലുള്ള ഉണ്ട് എന്നുള്ള പ്രത്യക്ഷത്തിലുള്ള ഈ അട്രോഷ്യസ് ആയിട്ടുള്ള വ്യത്യാസങ്ങൾ, ഈ കോൺട്രവേഴ്സീസിൻ്റെ അടിസ്ഥാനങ്ങളെ പരിശോധിക്കുകയും അത് പുനർനിർണ്ണയിക്കുകയും ചെയ്യാം. ഇതിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം മക്കാസിദ് ശരിയയും ഇജ്തിഹാദും കൂടെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ആശയമാണ്. മക്കാസിദ് ശരിയ എന്ന് പറഞ്ഞാൽ ശരീഅത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ട് എന്താണ് അത് ഖുർആൻ്റെ മർമ്മസ്പർശിയായിട്ടുള്ള ആശയങ്ങളാണ് അതിൻ്റെ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. നീതി, സമത്വം, സാഹോദര്യം, മനുഷ്യരുടെ നന്മ, പൊതുനന്മ, ഇതുപോലുള്ള കുറേ ബേസിക് ആയിട്ടുള്ള ആശയങ്ങളുടെ വെളിച്ചത്തിലാണ് ഖുർആൻ വ്യാഖ്യാനിക്കേണ്ടത്, ഇസ്ലാമിക നിയമങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഇതിന് വിരുദ്ധമായ നിയമങ്ങൾ നിലനിൽക്കില്ല. ഏതായാലും ചോദ്യം ചെയ്യപ്പെടുകയും നമ്മളതിന് തയ്യാറായില്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഒരു തലമുറ വന്ന് നമ്മളെ ചോദ്യം ചെയ്യും. തീർച്ചയായിട്ടും നമ്മൾ അതിന് തയ്യാറാവണം എന്ന ആഹ്വാനമാണ് ജസ്റ്റിസ് പുസ്തകത്തിൻ്റെ ഒടുവിലായി നൽകുന്നത്. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കുകയാണ്.